മേലെപ്പറമ്പിൽ ആൺവീടനൊക്കെ കടപിടിക്കാൻ ഒരു കോമഡി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ കോമഡി ഉണ്ടാക്കിയിട്ടില്ല, അതങ്ങ് ഉണ്ടായതാണ്. എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്നുള്ള അത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് സത്യത്തിൽ അത് മനസ്സിലായില്ല. തുറന്നു പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു ഇതുമില്ല. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പച്ചമഷി കൊണ്ട് അതങ്ങ് വെട്ടിയിരുന്നെങ്കിൽ അല്ലേ നഷ്ടപ്പെട്ടത് എന്തായാലും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 60% എൻ്റെ ഒരു ടാലൻ്റ് സിനിമയിൽ വന്നിട്ടുള്ളൂ. ഡയറക്ഷനിൽ എൻ്റെ പെർഫോമൻസിൻ്റെ അഭിപ്രായം വന്നു. ട്രോളുണ്ട്, ഉഗ്രം ട്രോള്, ഇച്ചിരി നെഗറ്റീവായിട്ട്. ആ നെഗറ്റീവ് ട്രോളിൽ പോലും ഒരു അംഗീകാരമുണ്ട്. ഞാൻ പിന്നല്ലാതെ ട്രോൾ ഉണ്ടാക്കുന്നവരെ അറിയുകയും ചെയ്യാം, പലരെയും നേരിട്ടും കൂടെ അറിയാം. അതിലൊരു ബിസിനസ്സും കൂടെ ഉണ്ട്, അറിയാതിരിക്കട്ടെ. എനിക്ക് ആ പ്രേമലുവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ലോകയെക്കുറിച്ച് ഒരുപാട് വിമർശനം ഉണ്ടെങ്കിലും ഞാൻ ലോകയ്ക്ക് റിവ്യൂ എഴുതിയായിരുന്നു, പ്രേമലുവിന് റിവ്യൂ എഴുതിയായിരുന്നു, വർഷങ്ങൾക്ക് ശേഷം റിവ്യൂ എഴുതിയായിരുന്നു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം റിവ്യൂ എഴുതിയപ്പോൾ എന്നെ കുറേ പേര് കൊന്നു. സർവമായ കണ്ടു. അതിപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ നമ്മുടെ ടൈപ്പ് സിനിമയില്ലേ, നമ്മുടെ ടൈപ്പ് സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ. ഈ സർവ്വമായത്തിലും ഒക്കെ എല്ലായിടത്തും അതിന് അവസരം കിട്ടിയില്ല. ഒരു സിനിമയ്ക്കും ടൈറ്റിലിൽ ത്രൂ ഔട്ട് കൈയടി കിട്ടി ഞാൻ കണ്ടിട്ടില്ല. CID ഉണ്ണികൃഷ്ണനിൽ മാത്രമാണ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഈ ഫേസ്ബുക്കിൽ ഇടയ്ക്കിടെ ഇങ്ങനെ കുറിപ്പുകളൊക്കെ വരും. അതായത് എത്രയോ നൊസ്റ്റാൾജി ഉണർത്തുന്ന, ഗതകാല സ്മൃതി ഉണർത്തുന്ന ഓർമ്മകൾ, അല്ലെങ്കിൽ ചിരിയുടെ കൂമ്പാരം തന്ന സംവിധായകൻ ഇപ്പോൾ എവിടെ പോയി, ഇപ്പോൾ ആ രീതിയിലുള്ള സിനിമകൾ കാണുന്നില്ലല്ലോ, ആ രാജസേനൻ എവിടെ പോയി എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും പറഞ്ഞ സിനിമകൾ. മേലെപ്പറമ്പിൽ ആൺവീട്, CID ഉണ്ണികൃഷ്ണൻ, അതുപോലെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രങ്ങളടക്കം ഈ സിനിമകളൊക്കെ വെച്ചിട്ടാണ് ഈ കുറിപ്പുകളൊക്കെ വരുന്നത്. മേഘസന്ദേശമൊക്കെ അതിനൊരു വേഴ്സിറ്റാലിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ ഡാർലിംഗ് വളരെ യങ് ഫ്ലേവറുള്ള ഒരു സിനിമയാണ്. ശ്രീകൃഷ്ണപുരത്തെ എന്ന് വെച്ചാൽ സ്ത്രീകളുടെ മനസ്സ് തൊട്ടറിഞ്ഞൊരു സിനിമയാണ്. CID ഉണ്ണികൃഷ്ണനിലെല്ലാം കാരിക്കേച്ചറൊക്കെ അതിൻ്റെ സിനിമകൾ. മേലെപ്പറമ്പിൽ ആൺവീടിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടതില്ല, അതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ് ഏറെക്കുറെ സബ്ജക്റ്റ് വൈസ്. ആ സംവിധായകൻ എവിടെ പോയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചർച്ചകൾ വരും. പുതിയ സിനിമകൾ പണ്ടത്തെ സിനിമകളിൽ അത്ര പോരാ എന്നുള്ള രീതിയിലും ചർച്ചകൾ വരും. ഇത് കാണാറുണ്ടോ? അതൊരു ദുഃഖം ഉണ്ടാക്കാറുണ്ടോ? ഇതൊക്കെ കാണാറുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് സജീവമായിട്ട് ഉള്ള ഒരാളാണ്. എല്ലാ ട്രോളും കാണും, എല്ലാ പോസിറ്റീവായിട്ടുള്ളതും കാണും. ട്രോളെല്ലാം നെഗറ്റീവ് എന്നല്ല, ട്രോളിൽ തന്നെ പോസിറ്റീവായിട്ടുള്ളതുണ്ട്. നമ്മളെ ഒന്ന് മാറി ചിന്തിക്കാനും ഒന്നുകൂടെ ഒന്ന് ഗ്രോ ചെയ്യാനും ഒക്കെ ഉപകരിക്കുന്ന ട്രോൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കാണാതെ പോകത്തില്ല, കാണും. ചിലതിന് മറുപടി കൊടുക്കും, ചിലതിന്. ഈ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് 1-2 സിനിമകൾ ഇച്ചിരി മോശമായിരുന്നു. ഞാൻ അഭിനയിച്ചതല്ല. ഈ ഭാര്യ എന്ന മക്കൾ 3 ശേഷം ഞാൻ ഒരു സ്മോൾ ഫാമിലി, അതും വലിയ കുഴപ്പമില്ലാതെ പോയതാണ്. എന്ന് പറഞ്ഞാൽ ഈ സാറ്റലൈറ്റ് 85 ലക്ഷം രൂപ അന്ന് സാറ്റലൈറ്റ് തന്നെ കിട്ടിയതാണ്. പക്ഷേ ഈ വേറെ 2 സിനിമകൾ, റേഡിയോ ജോക്കി, ഒരു 72 മോഡൽ. അതിൽ 72 മോഡൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും കറക്റ്റ് അറിയില്ല. ചിലർ പറയും എൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയാറുണ്ട്, ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ ഈ റേഡിയോ ജോക്കിയുടെ കാസ്റ്റിങ് പാളിപ്പോയി. പിന്നെ റേഡിയോ ജോക്കിയുടെ സ്ക്രിപ്റ്റിങ്ങും ഞാൻ തന്നെയാണ് ചെയ്തത്. എവിടെയോ ഒരു പ്രശ്നം അതിൻ്റെ സ്ക്രിപ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണ്, അത് പറയാറുമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് വന്നു. ഞാൻ ഏതോ സീരിയലിൽ അഭിനയിക്കാൻ പോയി, അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു. അതിനിടയ്ക്ക് കോവിഡ് തരംഗം 3 വർഷം അത് പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടാണ് ഈ ഞാനും പിന്നൊരു ഞാനും ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ ആ ബഡ്ജറ്റിൽ തന്നെ ഒരു കോമഡി ചിത്രം ചെയ്യാം. പക്ഷേ ഒരു 6 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊരു ഹീറോയെ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ആരെങ്കിലും വെച്ചൊരു കോമഡി ചിത്രം ചെയ്ത് പരാജയപ്പെട്ടു പോയാൽ രാജസേനൻ്റെ നർമ്മമെല്ലാം പോയി എന്നും ഈ നേരത്തെ ട്രോൾ ചെയ്തവരൊക്കെ തന്നെ വേറെ രീതിയിൽ ഇയാൾ ഇനി വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലതെന്ന് എന്നെ പറയും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ത്രില്ലിങ് ഒരു സബ്ജക്റ്റ്, പകരം വയ്ക്കാൻ പറ്റാത്ത പോലത്തെ ഒരു കഥ, അതുപോലത്തെ ഒരു പെർഫോമൻസ്, അതൊരു പക്ഷേ പരാജയപ്പെട്ടാൽ, ഞാൻ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യം പറയുന്നത്, അല്ല ഇൻവെസ്റ്റ് ചെയ്തവരായിട്ട്, അതുപോലൊരു കഥ കാരണം അവരെ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നവരാണ് സാമ്പത്തികമായിട്ട്. അങ്ങനെ ഒരു സിനിമ ചെയ്താൽ ഒരു പക്ഷേ തിയേറ്റർ കളക്ഷൻ മോശമായാലും OTTയിൽ കയറിക്കോളും. മാത്രമല്ല അന്ന് നമ്മൾ OTTക്ക് വേണ്ടിയാണത് പ്ലാൻ ചെയ്തത്. OTT സബ്ജക്റ്റാണത്.
ഓക്കെ. അന്ന് കുറച്ച് ഓഫ് ബീറ്റ് പടങ്ങൾ OTT-യിൽ വർക്കാവുന്ന വർക്കാവുന്ന സമയമായിരുന്നു. ഇത് കുറച്ച് ഓഫ് ബീറ്റാണ്. പക്ഷെ അപ്പോഴാണ് ഈ അസോസിയേഷൻ്റെ തീരുമാനം വരുന്നത് എല്ലാ സിനിമകളും തിയേറ്ററിൽ റിലീസ് ചെയ്തതിന് ശേഷമേ OTT-യിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ചെറിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങി, ബഡ്ജറ്റിൽ നീങ്ങി. ബഡ്ജറ്റ് പിന്നെ റൈസ് ചെയ്യേണ്ടി വന്നു. പിന്നെ സ്ക്രിപ്റ്റിൽ കുറച്ചൊരു മാറ്റങ്ങൾ വരും, ഇച്ചിരി കൂടെ കളർഫുൾ ആക്കേണ്ടിയൊക്കെ വന്നു. അതുകൊണ്ടൊന്നും മോശം വന്നില്ല. ഒരു വലിയൊരു കുഴപ്പം വന്നത് 90 സ്റ്റേഷൻ റിലീസ് ചെയ്തു. അപ്പോൾ ഈ 6 വർഷമായിട്ട് ഡയറക്ഷൻ പോലും ചെയ്യാതിരുന്ന ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചൊരു സിനിമ 90 സ്റ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബാധ്യതയായി മാറി. അത് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പുതിയ ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ്. അത് ആലോചിച്ചില്ല. എനിക്ക് ആ സമയത്തുള്ളൊരു ബിസിനസ് പിടികിട്ടിയില്ല. തിയേറ്ററിൽ ആളിനെ കയറ്റുന്നത് വരെ ആ സമയത്തുണ്ട്. അതിന് തിയേറ്റർ പ്രൊമോഷൻ ആലങ്കാരിക വേർഡും ഉണ്ട്. എൻ്റെ അടുത്ത് പലരും വന്ന്, സാർ ഈ തിയേറ്റർ പ്രൊമോഷൻ ആരാ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ബോർഡ് വയ്ക്കലൊക്കെ ആയിരിക്കും. അതല്ല സാർ, അതല്ല. ഇപ്പോൾ എല്ലാ സിനിമയ്ക്കും ആദ്യത്തെ കുറച്ച് ദിവസം ഇങ്ങനെ ആളെ കയറ്റുന്നതാണ്. ആ, അപ്പം ഈ 90 സ്റ്റേഷൻ എന്നുള്ളത് ഒരു 30 സ്റ്റേഷൻ ഇറക്കിയിരുന്നെങ്കിൽ പടം 2 ആഴ്ച അപ്പോഴും ഓടിയതാണ്. 25 ദിവസം ട്രിവാൻഡ്രത്ത് കളിച്ചായിരുന്നു. പക്ഷേ ബാക്കി 90 സ്റ്റേഷനിൽ എനിക്ക് തോന്നുന്നു 10-70 സ്റ്റേഷനൊക്കെ നിന്നുപോയി. അപ്പോൾ നിന്ന കാര്യം മാത്രമല്ലേ പറയത്തുള്ളൂ, അതെ, ഓടിക്കൊണ്ടിരിക്കുന്നത് പറയത്തില്ല. അവിടെ നിർത്തി, ഇവിടെ നിർത്തി, അവിടെ ആളില്ല, ഷോ നടന്നില്ല, ഇങ്ങനെയൊക്കെ പറയും. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞൊരു നെഗറ്റീവ് ഇതങ്ങ് വന്നു. പക്ഷെ ഭാഗ്യത്തിന് ഒരു നല്ല OTT കിട്ടി, അവർക്ക് കൊടുത്തു. OTT-യിൽ പടം ഗംഭീരമായിട്ട് വരുമ്പോഴേക്കും അവരെന്തോ ഒരു കേസിൽ ഒക്കെ പെട്ട് OTT സ്റ്റോപ്പായി. ആ, സ്റ്റോപ്പായി. അത്യാവശ്യം ഒരു എമൗണ്ട് അവിടെ കിടപ്പുണ്ട്, നമ്മുടെ കമ്പനിയുടെ എമൗണ്ട് അവിടെ കിടപ്പുണ്ട്. അതിപ്പോൾ അവരുടെ കേസ് സെറ്റിൽ ചെയ്താൽ അവർ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഇപ്പോൾ മനോരമ മാക്സിൽ നമുക്കൊരു നല്ല ഓഫർ കിട്ടി. അതൊരു ഭാഗ്യം കൂടെയാണ്. കാരണം ഇപ്പോൾ OTT ലഭിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇപ്പോൾ 2 ആഴ്ചയായി. അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്, നന്നായി പോകുന്നുണ്ട്. അതൊരു വലിയ ഭാഗ്യമായി. അപ്പോൾ ഇതാണ് ഞാൻ ഈ ലാസ്റ്റ് ചെയ്ത സിനിമയുടെ ഒരവസ്ഥ. പക്ഷേ സാർ, ഇപ്പം ഈ അടുത്ത് ഇറങ്ങിയ ത്രില്ലർ ഓണറുള്ള സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പം 5-ാം പാതിര എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് ഓണറിൽ വന്ന സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മേക്കിങ്ങുമായിട്ട് കിടപിടിക്കുമ്പോൾ ഞാനും എൻ്റെ മേക്കിങ്ങിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ കുറവില്ല, അങ്ങനെ ഒരു സ്വയം ആത്മപരിശോധനയ്ക്ക് സ്കോപ്പ് ഉണ്ടോ? എനിക്ക് 25 വയസ്സുള്ളപ്പോഴാണ് ഞാൻ പാവം ക്രൂരൻ എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന സിനിമ എടുത്ത ആളാണ്. എനിക്ക് ത്രില്ലിങ് എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഏത് ട്രെൻഡിലും ഏത് തരം ഷോട്ടും എടുക്കാനുള്ള ഒരു കഴിവ്, ചിന്ത, ശക്തി എൻ്റെ ഗുരു എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നല്ലൊരു ഗുരു PK ജോസഫാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹം ആദ്യമേ പറഞ്ഞു, നിന്നെ ക്രിയേറ്റിവിറ്റി പഠിപ്പിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, അത് നിൻ്റെ തലയിലുണ്ടെങ്കിലേ ഉള്ളൂ. എനിക്ക് പഠിപ്പിക്കാനുള്ളത് ടെക്നോളജിയാണ്. അത് ശ്രദ്ധിച്ച് നിൽക്കുക, ഞാൻ എങ്ങനെ ഷോട്ട് എടുക്കുന്നു, ഏതെല്ലാം ആംഗിളിൽ ക്യാമറ വയ്ക്കുന്നു, ഏതൊക്കെ ലെൻസ് യൂസ് ചെയ്യുന്നു, ഇതൊക്കെ നീ പഠിച്ചോളാം എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചാണ്. എനിക്ക് ത്രില്ലർ എടുക്കാനോ ഇനി നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നവരസങ്ങളിൽ പറഞ്ഞ് വർക്കൗട്ട് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് നർമ്മമാണ്. നർമ്മം പറയാൻ ബുദ്ധിമുട്ടാണ്, എഴുതാൻ ബുദ്ധിമുട്ടാണ്, അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഡയറക്ടേഴ്സ്, ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നവർക്ക് ഇത് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എത്രയോ സിനിമകളിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ, തമാശയെന്നും പറഞ്ഞാണ് പോയത്, അതിനകത്ത് ചിരിക്കാനൊന്നുമില്ല. അതായത് ചിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പരാജയപ്പെടുന്ന സിനിമകളുണ്ട്. ദൈവം സഹായിച്ച് ഒരു സിനിമയിലും അത് വന്നിട്ടില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ഭാര്യമൊന്നും നമുക്ക് അല്ല, ഈ ഭാര്യമൊന്നും മക്കൾ മൂന്നിലും പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി കോമഡി ആഡ് ചെയ്ത്. നോ, നെവർ. അതിലൊക്കെ കോമഡി ആഡ് ചെയ്താൽ അതിൻ്റെ ഒരു ആത്മാവങ്ങ് നഷ്ടപ്പെടും. ഇതിൽ പറഞ്ഞു, എൻ്റെ കൂടെ ഉള്ളവർ എന്നെ പറഞ്ഞു, ഞാനും പിന്നെ ഒരു ചാനലിൽ എവിടെയെങ്കിലും ഇച്ചിരി നർമ്മം, ഞാൻ പറയും പോയി. ആ നർമ്മം ചിരിക്കത്തുമില്ല, അവസാനം ആ സിനിമയ്ക്ക് അഭിപ്രായം വരത്തില്ല. ഇത് സിനിമയ്ക്ക് അഭിപ്രായം വന്നു, എൻ്റെ പെർഫോമൻസിന് അഭിപ്രായം വന്നു. ട്രോളുണ്ട്, ഉഗ്രം ട്രോള്, ഇച്ചിരി നെഗറ്റീവായിട്ട്. ആ നെഗറ്റീവ് ട്രോളിൽ പോലും ഒരു അംഗീകാരമുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓസ്കാർ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? എനിക്ക് അവിടെ കിട്ടും, ഇവിടെ കിട്ടും, കാൻ ഫെസ്റ്റിവലിൽ പോകും, മറ്റേ കുറച്ച് ഫെസ്റ്റിവലിലൊക്കെ പോയി, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പിന്നല്ലാതെ നമ്മളിത് നർമ്മം ഉണ്ടാക്കുന്ന ആളല്ലേ, ഞാനിത് ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെന്താണ്? എനിക്ക് അവരോടൊന്നും ഒരു ശത്രുതയില്ല. ഇപ്പം നമുക്ക് വേറെ കാര്യമുണ്ട്, ഈ ട്രോൾ ഉണ്ടാക്കുന്നവരെ അറിയുകയും ചെയ്യാം, പലരെയും നേരിട്ടും കൂടെ അറിയാം, പലരെ അറിയാം. എനിക്ക് പേര് പറഞ്ഞ് ഞാൻ പക്ഷേ പറയില്ല. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുമുണ്ട്. അതിലൊരു ബിസിനസ്സും കൂടെ ഉണ്ട്, അറിയാതിരിക്കും. വേണമെങ്കിൽ സാറിൻ്റെ സിനിമ സപ്പോർട്ട് ചെയ്ത് ടോപ്പിലെത്തിക്കാം, ഞങ്ങളുടെ റേറ്റ് ഇതാണ് എന്ന് പറയുന്നവരുണ്ട്.
ഇനി കൊടുക്കാതെ പണക്കി വിട്ടാൽ പോയിട്ട് തെറി പറയുന്നവരുണ്ട്. ഉണ്ട്. ഒക്കെ ഉണ്ട്. ഇത് കാലം മാറുമ്പോഴേ പല കാര്യങ്ങളും മാറും. അതനുസരിച്ച് നമ്മൾ കുറച്ച് മാറാം. ഞാൻ ടോട്ടലി അങ്ങ് മാറത്തൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സിനിമയ്ക്കൊരു ടോണുണ്ട്. ഇപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നർമ്മം, കോമഡി എന്ന് വിചാരിച്ച് അത് CID ഉണ്ണികൃഷ്ണൻ പോലെയോ മേലെപ്പറമ്പിലാണ് വീട് പോലെയോ ഒരു സിനിമയല്ല. കാരണം അത് കാലഘട്ടത്തിൻ്റെ സിനിമ നമ്മൾ എക്സ്ട്രീമിൽ നിർത്തിയ സിനിമകളാണത്. അത് മേലെപ്പറമ്പിൽ ആൺവീടിനൊക്കെ കിടപിടിക്കാൻ ഒരു കോമഡി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ കോമഡി ഉണ്ടാക്കിയിട്ടില്ല, അതങ്ങ് ഉണ്ടായതാണ്. നിങ്ങൾ പറഞ്ഞ ഡയലോഗിലൊക്കെ ആ ഡയലോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്നുള്ള അത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് സത്യത്തിൽ അത് മനസ്സിലായില്ല. തുറന്നു പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു ഇതുമില്ല. ഈ രഘുനാഥ് പലേരിയുടെ എഴുത്തെന്ന് പറഞ്ഞല്ലേ, പുള്ളി ഭയങ്കര ഇൻ്റലക്ച്വലാണ്. പുള്ളി ഈ കലാകൗമുദിയിൽ ചെറുകഥ എഴുതി. അന്ന് മുതൽ ഞാൻ പുള്ളിയുടെ ഒരു ഫാനാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വളരെ ക്ലോസ് ആയപ്പോഴൊക്കെ പല ചെറുകഥയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ട് നമ്മളെടുത്ത് ഇത് എൻ്റെ ഗർഭം ഇങ്ങനെയല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു അത് എനിക്കും അതറിയില്ല സത്യത്തിൽ. അതങ്ങ് പോവും കേട്ടോ, അത് അങ്ങ് പൊയ്ക്കോളും. ഞാൻ പറഞ്ഞത് ആദ്യം വായിച്ചപ്പോൾ വെട്ടിക്കളയാൻ തന്നു എനിക്ക്. പക്ഷെ നിങ്ങൾ ഈ പൊയ്ക്കോളും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ഡൗട്ട്, ചിലപ്പോൾ ഇത് കയറി വല്ലാണ്ട് കൊളുത്തിയാലോ എന്നൊരു ഡൗട്ട്. അത് കഴിഞ്ഞ് ഞാനിത് അമ്പിളിച്ചേട്ടനെ കൊണ്ട് ഷൂട്ടിൽ പറയിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ആ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ അത്രയും ദീർഘവീക്ഷണത്തോടു കൂടി ആ സ്ക്രിപ്റ്റിനെയും ആ ഡയലോഗിനെയും കണ്ടു. ഇല്ലാതെ നമ്മുടെ കയ്യിരിക്കുന്ന പച്ചമഷി കൊണ്ട് അതങ്ങ് വെട്ടിയിരുന്നെങ്കിൽ അല്ലേ നഷ്ടപ്പെട്ടത് എന്തായാലും ഒരു അസാധ്യമായൊരു 33 കൊല്ലം കൊണ്ട് പറഞ്ഞ് ചിരിക്കുന്ന ഏത് ട്രോളിലും, പൊളിറ്റിക്കൽ ആണെങ്കിലും ട്രോൾ ചെയ്താലും അത് വരും, സിനിമാക്കാരുടെ ട്രോളിലാണെങ്കിലും അത് വരും, ഇനി പൊതുരംഗത്തുള്ള ട്രോളാണെങ്കിലും ഈ ഡയലോഗ് കയറി വരും, എല്ലായിടത്തും വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു നർമ്മം എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് നർമ്മം ഉണ്ടാക്കണം. നമ്മൾ നർമ്മം ഉണ്ടാക്കണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു 3-4 സംഭവങ്ങൾ എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഗ്യാപ്പ് വരുന്നതുമൊക്കെ ഈ നേരത്തേക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഹിറ്റായാൽ ഒരു 4-5 പ്രൊഡ്യൂസേഴ്സ് അഡ്വാൻസ് കൊണ്ട് തരും. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി എടുത്താൽ മനസ്സിലാവും, ഹിറ്റ് ചെയ്യുന്ന ഡയറക്ടർക്കും അടുത്തൊരു പ്രോജക്റ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു രീതിയുണ്ട് ഇപ്പോൾ. അതെന്താണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല, കൃത്യമായിട്ട് പറയാൻ അറിയില്ല. ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനിയും എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നെനിക്കത്. മേക്കിംഗ് അല്ല പറയുന്നത്, ബിസിനസ്, സിനിമയുടെ ബിസിനസ്, മാർക്കറ്റിംഗ് സൈഡ്. പ്രൊഡ്യൂസർ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ സത്യേട്ടൻ, സത്യനന്ദിക്കാട്, കമൽ, സിബി മലയിൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഞാനന്ന് എറണാകുളം പോയി, അന്ന് കവിത ടൂറിസ്റ്റ് ഹോമിലാണ് എല്ലാവരും താമസം. കവിത ടൂറിസ്റ്റ് ഹോമിൽ ചെന്ന് താമസിച്ച് അന്ന് മൊബൈലൊന്നുമില്ല, ഹോട്ടൽ ഫോണിലാണ് കോൾ വരുന്നത്. രാജസേനാണോ? അതെ. ഞാൻ ഇന്ന കമ്പനിയിൽ നിന്ന് വിളിക്കുകയാണ്. ഏതെങ്കിലും വലിയ കമ്പനിയിൽ നിന്നാണ്. എത്ര ദിവസമുണ്ട്? ഞങ്ങൾ 2 ദിവസമുണ്ട്. നാളെ ഒരു സമയം കിട്ടുമോ നമുക്കൊന്ന് കാണാൻ? ഞാൻ പറയാം എത്ര മണിക്ക്? രാവിലെ ഒരു 10 മണിക്ക് വരട്ടെ. വന്നോളൂ. പ്രൊഡ്യൂസറാണ്, വരും, സംസാരിക്കും. ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ മനസ്സിൽ? ചിലപ്പോൾ ഒന്ന് പറഞ്ഞെന്ന് വരും. ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് റാഫിയെ വിളിക്കട്ടെ, അല്ലെങ്കിൽ രഘുവിനെ വിളിക്കട്ടെ, അങ്ങനെ പറയും. എൻ്റെ കയ്യിലുള്ള ഒരു 3-4 പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ നാളെ വന്ന് അതൊന്ന് കമ്മിറ്റ് ചെയ്യാം. പിറ്റേ ദിവസം അഡ്വാൻസാണ്. അങ്ങനെ സിനിമ ആസ്വദിച്ച കുറേ ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഞാൻ. അതൊന്നും ഇപ്പം ഇല്ല. ഇപ്പം ഞാനിപ്പോൾ അടുത്ത ചെയ്യുന്ന ഈ പടം 100% ഹിറ്റാണെങ്കിൽ, സൂപ്പർ ഹിറ്റ് ആണെങ്കിലും ഉടനെ ഒരു പടം വരാൻ. കാരണം എന്താ പറയുക, അന്നൊരു 3-4 ഹീറോസേ ഉള്ളൂ. ഇപ്പോൾ ഒരു 10-25 ഹീറോസ് ഉണ്ട്. അപ്പോൾ സെലക്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും അവരുടെയൊക്കെ കയ്യിൽ 3-4 സിനിമ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. ഇപ്പോൾ രാക്ഷസൻ എന്ന പേരൊരു തമിഴ് സിനിമ ഇറങ്ങിയിരുന്നു 2019. അദ്ദേഹം അതിനുശേഷം സിനിമ ചെയ്തിട്ടില്ല ഇതുവരെ. സിനിമ ചെയ്യാൻ ഒത്തിട്ടില്ല. സിനിമയ്ക്ക് അദ്ദേഹം ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു കഥ വരുമ്പോൾ പ്രൊഡ്യൂസർ സെറ്റ് ആവുന്നില്ല, പ്രൊഡ്യൂസർ സെറ്റ് ആകുമ്പോൾ കഥ ശരിയാവുന്നില്ല. ഒരു 10 ഡയറക്ടേഴ്സിൻ്റെ പേര് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഹിറ്റ്, സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത് ആർക്കും അനങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. പിന്നെ NSM എടുത്തുള്ള ഞാനൊരു 60% എൻ്റെ ഒരു ടാലൻ്റ് സിനിമയിൽ വന്നിട്ടുള്ളൂ, ഡയറക്ഷനിൽ 60%.
എനിക്ക് ഇനി ഒരു 20 കൂടെ കയറ്റണമെന്നുണ്ട്. 100 വരെ എത്തണമെന്നുമില്ല, ഒരു 20 കൂടെ കയറ്റിയാൽ മതി. ഒരു 80% ടാലൻറ്റൂടെ കാണിച്ചിട്ട് അങ്ങ് പോയാൽ വളരെ സന്തോഷം. അതിനുള്ള പണിയാണ് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ പുതിയ കാലത്തെ തമാശ ഉണ്ടല്ലോ സാർ, ഇപ്പം വാഴ 2 ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലാതെയാണ് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാം ഓരോരോ ബ്ലോക്ക് ആയിട്ട്. ഇപ്പം സാർ സിനിമ കണ്ടിട്ടോന്ന് എനിക്ക് സിനിമ കാണുമ്പോൾ ഇപ്പോൾ തിയേറ്റർ സീക്വൻസ് അത് ഒറ്റയ്ക്ക് ഒരു എപ്പിസോഡാണ്. അത് മാത്രം കണ്ട് നമുക്ക് ചിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ UK-ലത്തെ എപ്പിസോഡ് അത് ഒറ്റയ്ക്ക് ഒരു എപ്പിസോഡാണ്. അല്ലെങ്കിൽ ഇന്റർവൽ സീക്വൻസിൻ്റെ അവിടുത്തെ ഫൈറ്റ് സീക്വൻസ് അത് ഒറ്റയ്ക്ക് ഒരു എപ്പിസോഡ്. അങ്ങനെ ഒരു ചാപ്റ്റർ വൈസ് ആയിട്ടാണ് സിനിമ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊതുവിൽ ഈ ചാപ്റ്റർ വൈസ് സിനിമ സെറ്റിങ്ങും വന്നിട്ടുണ്ട്. ഇപ്പോൾ ദുരന്തമൊക്കെ എടുക്കുകയാണെങ്കിൽ ഓരോരോ ചാപ്റ്റർ ആയിട്ട് 1, 2, 3 ചാപ്റ്റർ ആയിട്ട്. മാത്രമല്ല ഇപ്പോൾ ഒരു ഇമോഷണൽ സീൻ കഴിഞ്ഞിട്ട് പെട്ടെന്നായിരിക്കും ഒരു തമാശ സീൻ വരുന്നത്. അല്ലെങ്കിൽ തമാശയ്ക്ക് കണ്ടിന്യൂറ്റി ആയിട്ട് മറ്റൊരു തമാശയല്ലേ ഈ പുതിയ ഭാഷത്തോട്, പുതിയ തമാശകളോട്, പുതിയ ലിംഗോകളോട്. ഇപ്പം പ്രണയമുണ്ട് രണ്ടുപേർ തമ്മിൽ, എന്നാൽ പ്രണയം നടിക്കുകയാണ്, ബാക്കി സൗഹൃദം നടിക്കുകയാണ് പുറത്തുള്ളത്. അതിന്റെ പേര് ബെസ്റ്റ് എന്നൊക്കെ ആയി മാറുന്നു. അങ്ങനെ ഉള്ള എന്താ പറയുക, പുതിയ ലിംഗോ വരുന്നു. ഇതൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നു, ഇതൊക്കെ ആയിട്ട് അപ്ഡേറ്റഡ് ആവാൻ പറ്റുന്നുണ്ടോ? എനിക്കത് കുഴപ്പം തോന്നുന്നില്ല. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ജെൻസി കുട്ടികൾക്ക് കാണാൻ പറ്റുമോ? അതാണല്ലോ, ജെൻസികളാണല്ലോ ഇപ്പോഴത്തെ യുവാക്കൾ. അതാണ് എൻ്റെ ചോദ്യം. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നതിൽ 2 സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയ 2 സ്ക്രിപ്റ്റ് പക്ക ജെൻസി തന്നെയാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഫാമിലീസിനും ഓക്കെ ആവും. പക്ഷേ ഇവരെ കണ്ടിട്ടുണ്ട് ഞാൻ മനസ്സിൽ, അവരെ പിടിച്ചേ പറ്റൂ. സിനിമ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇന്ന് ചെറുപ്പക്കാർ തന്നെ ഇറങ്ങണം. നേരത്തെ അങ്ങനെയല്ല. നേരത്തെ ഈ പറഞ്ഞ സത്യേട്ടൻ്റെയും എൻ്റെയും കമലിൻ്റെയൊക്കെ പേര് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ അങ്ങ് ആളങ്ങ് വരികയാണ്, ഫാമിലീസ് അങ്ങ് വരികയാണ്. നൂൺ ഷോ മുതൽ ഞെട്ടിച്ചിട്ടുണ്ട്. എനിക്ക് വാർദ്ധക്യ പുരാണമൊക്കെ പത്മനാഭ തിയേറ്ററിലാണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഞാനും റാഫി മക്കാടിനും കൂടെ അനിയൻ ബാവ എഴുതിക്കൊണ്ടിരിക്കുക ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവർ പറഞ്ഞ് നമുക്കൊന്ന് പോവാം അല്ലേ? ഞാൻ പറഞ്ഞു പോവാം, ഫുള്ളായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞു ആവും. അവിടെ ചെന്ന് ക്രൗഡ് കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു ഓ സാറിൻ്റെ ഇമേജ് വേറൊരു ഇമേജാണ്. അത് കഴിഞ്ഞ് സിനിമ കണ്ടിറങ്ങിയപ്പോൾ ആ കിടിലം ക്ലൈമാക്സ് അല്ലേ, അത് കണ്ടിറങ്ങിയപ്പോൾ ആ ഒരു മൂഡിലിറങ്ങി എന്നെ കണ്ടപ്പോഴേ അങ്ങ് ആളുകളങ്ങ് ഭയങ്കര അപ്രിസിയേഷനും ഒക്കെ. അവരിങ്ങനെ കൈ കെട്ടി ഇങ്ങനെ നിന്നിട്ട് മുറിയിൽ ചെന്നിരുന്നിട്ട് അവർ രണ്ടുപേരും മൂടവിട്ടാണ്, റാഫി മക്കാട്. ഞാൻ ചെന്ത് സാർ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയാം ഇതിപ്പോൾ കണ്ട സിനിമയിലാണ്. അല്ല, നമ്മൾ ചെയ്യുന്നതിനകത്ത്. ഞാൻ ചോദിച്ചാൽ അതെന്താ? ഓ സാർ എന്തോ ക്ലൈമാക്സാണ് സാർ അതിനകത്ത്. നമ്മളതിനകത്തൊരു തട്ടിപ്പ് ക്ലൈമാക്സ് അല്ലേ? ഞാൻ പറഞ്ഞ് അത് ജീവനുള്ള കഥ, ജീവനുള്ള ക്ലൈമാക്സ്. നമ്മുടെ തട്ടിപ്പ് കഥ, തട്ടിപ്പ് ക്ലൈമാക്സ് അല്ലേ? അല്ലേ? ഞാൻ അവരോട് ചോദിച്ചോളൂ ഇത്. അപ്പോൾ അവർ പറഞ്ഞ് അത് ശരിയാണ്. ഞാൻ പറഞ്ഞ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ക്ലൈമാക്സിൽ തൊട്ട് പോകരുത്, ഞാനതിനെ ഒന്നുകൂടി കൊഴുപ്പിക്കും. അത് ഈ പായസത്തിലെടുത്തിടുന്നതൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്തതാണ്. അവിടെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് വന്ന സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ഇംപ്രൂവൈസേഷൻ അതെല്ലാം സദ്യയുടെ ഇടയ്ക്കുള്ള ആ ടീം അതെല്ലാം അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സിനിമയ്ക്കും ഓരോ രീതിയുണ്ട്. ഇപ്പോൾ ഞാൻ ടൈറ്റിൽ റിവീൽ ചെയ്യാത്ത എന്താണെന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഈ ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്നത് പോലും ഇപ്പോൾ ഒരു മെറ്റീരിയലാണ്. ഒരു സിനിമയുടെ ആദ്യത്തെ പ്രൊമോഷൻ മെറ്റീരിയലാണ് ടൈറ്റിൽ അനൗൺസ്മെൻറ്റ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഉത്തമ സിനിമകൾ ഈ പുതിയ തലമുറ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ യാതൊരു ഗുണമില്ലാത്ത സിനിമകളും വരുന്നുണ്ട്. നമുക്ക് രണ്ടും വേണമല്ലേ, എങ്കിലല്ലേ ഈ കമ്പാരിസൺ നടക്കത്തുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വാഴ 2 ഒക്കെ ഗംഭീര കളക്ഷനായിരുന്നു ആ പടം. കാരണം അതിന് ശേഷം വന്ന ചില പടങ്ങളൊന്നും അതിനെ ടച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് വീണ്ടും കളക്ഷൻ. മോഹിനിയാട്ടം എന്നുള്ള സിനിമ നല്ല ഇതിൽ പോയി, അത് നല്ല രീതിയിൽ പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില സിനിമകൾ നല്ല ഡിഫറെൻ്റായിട്ട്. എനിക്ക് ആ പ്രേമലുവൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ലോകയെക്കുറിച്ച് ഒരുപാട് വിമർശനം ഉണ്ടെങ്കിലും ഞാൻ ലോകയ്ക്ക് റിവ്യൂ എഴുതിയായിരുന്നു, പ്രേമലുവിന് റിവ്യൂ എഴുതിയായിരുന്നു, വർഷങ്ങൾക്ക് ശേഷം റിവ്യൂ എഴുതിയായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം റിവ്യൂ എഴുതിയപ്പോൾ എന്നെ കുറേ പേര് കൊന്നു. അതെന്തൊരു കൊന്നത് എനിക്ക് ഇപ്പോഴും നല്ല ഒന്നാന്തര സിനിമയാണ്. ഞാൻ ഒരുപാട് ചിരിച്ച സിനിമ, നല്ല ചിരിയാണ്. എനിക്ക് ആ ശ്രീനിവാസൻ സർവമായ കണ്ടു. അതിപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ നമ്മുടെ ടൈപ്പ് സിനിമയില്ലേ, നമ്മുടെ ടൈപ്പ് സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ. ഈ സർവമായത്തിലും ഒക്കെ എല്ലായിടത്തും അത് അത്തരം സിനിമകൾ. ഞാൻ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് പറഞ്ഞോട്ടെ, അങ്ങനത്തെ ഒരു രാജസേന പേഴ്സണലി രാജസേന ആരാധകർ, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ രാജസേന ആരാധകർ മിസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എന്താ പറയുക, അതൊരു പ്രത്യേക ഫ്ലേവറാണ്. ഇപ്പം CID ഉണ്ണികൃഷ്ണൻ കാണുമ്പോൾ ടൈറ്റിലിൽ ഒരു നസീർ സാറിൻ്റെ CID
സിനിമ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുക, അതുണ്ടാക്കുന്ന ഒരു ബിൽഡപ്പ്, അതുണ്ടാക്കുന്ന ക്യാരക്ടർ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ജയറാം ഇട്ട് വരുന്ന കോസ്റ്റ്യൂംസ്, സീക്രട്ട് ഫയൽസ് എന്നുള്ള പേര്, അതൊരു അൺമാച്ചബിൾ. അതായത് രാജസ്ഥാൻ അറ്റ് ഇറ്റ്സ് പ്രൈം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. അതെവിടെ? അതാണ് ചോദിക്കുന്നത്. അതിന് അവസരം കിട്ടിയില്ല, കിട്ടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോൾ ഒരു 4-5 പേരോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരും ഈ ഇൻ്റർവ്യൂ കാണട്ടെ, കാരണം അവരും ആ പ്രോജക്റ്റ് ഒത്തിരി സ്പീഡാക്കട്ടെ. ഇതൊക്കെ കിട്ടും, ഈ പറഞ്ഞ കാര്യങ്ങൾ. ഈ CID ഉണ്ണികൃഷ്ണൻ്റെ ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഒരു സിനിമയ്ക്കും, മലയാളം എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു സിനിമയ്ക്കും ടൈറ്റിലിൽ ത്രൂ ഔട്ട് കൈയടി കിട്ടി ഞാൻ കണ്ടിട്ടില്ല. CID ഉണ്ണികൃഷ്ണനിൽ മാത്രമാണ്. അതായത് നസീർ സാറിനെ കാണുമ്പോൾ കൈയടി, അത് കഴിഞ്ഞ് KP ഉമ്മർ സാറിനെ കാണുമ്പോൾ കൈയടി, അടൂർ ബാസിച്ചേട്ടനെ കാണുമ്പോൾ കൈയടി, ആരെ കണ്ടാലും ആ പാട്ടിങ്ങോട്ട് സൂര്യൻ എന്നൊരു നക്ഷത്രം അപ്പം കൈയടി. ആ നൊസ്റ്റാൾജിക്ക് എന്ന് പറഞ്ഞാൽ അത് കാണിച്ചെന്തിനെന്നറിയോ, അത് ഞങ്ങളെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാണിച്ചാണ്. അതായത് അങ്ങനത്തെ ഒരു തരം CID പടങ്ങളുടെ പുറകെ വരാവുന്ന ഒരു CID ചിത്രമാണിത്. പിന്നെ ഞങ്ങൾക്ക് ഒന്നും പറയേണ്ടി വന്നില്ല. നമ്മുടെ അത് ഒരു ലോജിക്കല്ലേ കളിച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ലോജിക്കിൻ്റെ ആവശ്യമില്ല. ഒരേപോലെ 3 പേര് വിഗ്ഗും വെച്ചോണ്ട് വന്നിരുന്ന് പാട്ട് പാടുന്നു. എന്തോരം എൻജോയ് ചെയ്ത സീക്വൻസ് ആണ് ആ പാട്ടും. പിന്നെ അതിൽ ഇന്ദ്രൻ്റെ ചില ഡയലോഗ്സ്, ജയറാം നിന്നുകൊണ്ട് ആ ലാടൻ്റെ വേഷത്തിൽ നിന്നുകൊണ്ട് ഒരു 1.5 പേജ് ഡയലോഗ് ജയറാം പറയാം. അവിടെയൊക്കെ തിയേറ്ററിൽ എന്തൊരു ക്ലാപ്സായിരുന്നറിയാം. പിന്നെ ഇവർ 3 പേരും തരികിട ഒരു യോഗ്യത ഇല്ലാത്തവന്മാരാണെന്നുള്ളത് ഓഡിയൻസ്. ഇവർ 3 പേരും CIDയുടെ വേഷത്തിൽ മറ്റേ സൂട്ട് ഇട്ടുകൊണ്ടൊരു വരവുണ്ട്. അപ്പം അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. അത് ആ രാജസേനൻ എങ്ങും ഒളിച്ചോടി പോയിട്ടില്ല. അയാൾ ഇവിടെ തന്നെ ഉണ്ട്. അവസരങ്ങൾ കാത്തുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. അതിനെന്താ വേണ്ടത്? അപ്പോൾ ഈ പ്രൊഡ്യൂസറാണോ വേണ്ടത്, അതോ സ്റ്റാർ കാസ്റ്റ് ആണോ? സ്റ്റാർ കാസ്റ്റ് ലാക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആളില്ലെന്നല്ല, വിളിക്കുമ്പോൾ കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഈ ഒന്നാമത് കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഒക്കെ നല്ല കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ അത് ഇച്ചിരി നെഗറ്റീവായിട്ട് ഭയങ്കര ടൈമിങ്ങാണ്. ഞാൻ 6:30 മണിക്ക് സ്ക്രിപ്റ്റുമായിട്ട് ലൊക്കേഷനിൽ ചെല്ലും. അപ്പോൾ ഒരു പുതിയ തലമുറയിലെ പയ്യനോട് പോയി എൻ്റെ കൺട്രോളറുടെ ഡേറ്റ് ചോദിച്ചു. അയ്യോ ആ സാറ് ഭയങ്കര ചിട്ടയാണ്, 6:30-ക്കൊക്കെ ഞങ്ങൾ ഉറക്കണിക്കുമ്പോൾ 11 മണിയാകും, അങ്ങനെയൊന്നും ഇനി പറ്റത്തില്ല, വെറുതെ ഒരു ദിവസം കൊണ്ട് പിണങ്ങിയൊക്കെ പോകേണ്ടി വരും, അതുകൊണ്ട് നമ്മളെ വിട്ടേരെ എന്ന് അങ്ങനെ ഒരു പ്രശ്നം കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, 11 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങിയാൽ മതി. പക്ഷെ അതെനിക്ക് പറ്റത്തില്ല. ഞാൻ ഈ ഉച്ച കൊണ്ട് കവർ ചെയ്യുന്നൊരു കവറേജ് ഉണ്ട് എൻ്റെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഉച്ച വരെ ആർട്ടിസ്റ്റിൻ്റെ ഫേസ് നല്ല ഫ്രഷായിരിക്കും, ഡയറക്ടറുടെ മനസ്സ് നല്ല ഫ്രഷായിരിക്കും, ക്യാമറാമാൻ വളരെ സ്മാർട്ടായിരിക്കും, ലൈറ്റിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും ആ ഒരു ത്രില്ലിൽ നിൽക്കുന്ന സമയമാണ് ഉച്ച വരെ. ഉച്ചയ്ക്ക് സിനിമയുടെ ഒരു ലഞ്ച് അറിയാമല്ലോ, അത്യാവശ്യം ഒരു ഹെവി ഫുഡ് പോലെയാണ്. കുറേ കറികളും അതും ഇതും കൂടെ കഴിച്ച് 1 മണിക്കൂർ ചിലപ്പോൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യും. ഈ റെസ്റ്റ് ചെയ്തിട്ട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഷോ എന്ന് പറഞ്ഞാണ് പലരും എഴുന്നേറ്റ് വരുന്നത് തന്നെ. ആർട്ടിസ്റ്റ് പ്രത്യേകിച്ച് ജയറാമിനെയൊക്കെ ജയറാം ഇതുപോലെ കിടന്ന് ഉറങ്ങിയാൽ എഴുന്നേക്കാതിരിക്കാൻ വേണ്ടി പുള്ളിയുടെ കയ്യിലൊരു ട്രിക്കുണ്ട്. വിളിക്കുമ്പോൾ അതുവരെ ഒരു കോഫി, സാർ കോഫി റെഡി. ഈ കോഫി വരാൻ വേണ്ടി 10 മിനിറ്റ് കിടക്കാൻ നോക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിത്ത് കോഫിയെ വിളിക്കാവൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് കോഫി ചോദിച്ചാൽ അപ്പോൾ കോഫി കൈ കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഒന്ന് ഡള്ളാവും. രാവിലെ മുതൽ നമ്മൾ ഉച്ചവരെ എടുക്കുന്ന ഒരു 3 സീൻ എടുത്തു എന്ന് വെച്ചോളൂ. ചെറിയ സീനൊക്കെ ആണെങ്കിൽ 3 സീൻ എടുക്കും. വൈകുന്നേരം ഒരു 2, ചിലപ്പോൾ ഒരു 1.5 സീൻ ഇത്രയും പോകത്തുള്ളൂ. അതാണ് ആ 2 ഷൂട്ടിംഗ് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് എനിക്കിനിയിപ്പോൾ ഈ 11 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങാൻ എന്തായാലും പറ്റത്തില്ല. ഒരു 7:30, 8 കുറഞ്ഞ പക്ഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉടനെയെങ്കിലും തുടങ്ങണം, എങ്കിലേ എൻ്റെ ഒരു ഇത് സെറ്റാകത്തുള്ളൂ. അപ്പോൾ അതുമൊക്കെ ഒരു നെഗറ്റീവാണ്. ഏത് നമ്മുടെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നത്, ടൈമിങ് ഒക്കെ ഒരു നെഗറ്റീവാണ്. ഇവർക്കൊരു ധാരണ കാണും, അല്ലെങ്കിൽ ഒരു പേടി കാണും, നമ്മൾ ഇവരിലേക്ക് ഇറങ്ങിച്ചെല്ലില്ല എന്നുള്ളത്. നേരെ തിരിച്ചാണ്. അത്യാവശ്യം അവരെക്കാളുമൊക്കെ ന്യൂജൻ തിങ്കിങ് നമ്മുടെ വായനാശീലത്തിലും എഴുതുന്ന ശീലത്തിലും. അതാണ് ഞാൻ പറഞ്ഞത്, എഴുതി വച്ചിരിക്കുന്ന സിനിമകൾ വരാൻ പറ്റിയാൽ ഈ രാജസേനൻ ശക്തമായിട്ട് തിരിച്ചു വരും.
ഈ പണ്ട് ഉണ്ടായിരുന്ന ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ സംസാരിച്ച രാജസേനൻ പ്രൈമിലും പറഞ്ഞ പോലെ എഴുത്തുകാരുടെ ഒരു പ്രഭാവം കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ എഴുത്തുകാരായിട്ടുണ്ടായിരുന്ന ഒരു കൊളോബറേറ്റീവ് എഫേർട്ടിലും കൂടി സിനിമകൾ നന്നായ സമയമുണ്ട്. തീർച്ചയായിട്ടും എഴുത്തിൽ വരുന്നു, പിന്നെ അതൊരു ഫൈൻ ട്യൂണിങ് നടക്കുന്ന ആ ഒരു ഏരിയയും കൂടി ഉണ്ടല്ലോ, ആ ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ. അങ്ങനെ ഒരു തമാശ എഴുതാൻ പറ്റാവുന്ന ഇപ്പോൾ സെമീദിൻ മാനുവൽ തോമസിനെ പോലെ അല്ലെങ്കിൽ കിരൺ ജോസിയെ പോലെ അങ്ങനെ ഒരു റൈറ്ററിനെ മിസ് ചെയ്യുന്നുണ്ടോ എത്രമാത്രം? ഇല്ല. അതെന്താന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തിരക്കഥകളെല്ലാം ഒന്നിച്ചിരുന്നാണ് ചെയ്യുന്നത്. ആദ്യം ഞങ്ങളിതിൻ്റെ വൺ ലൈൻ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ എഴുതാനിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ വരുന്ന ഡയലോഗുണ്ട്. വൺ ലൈൻ ഉണ്ടാക്കാതെ എനിക്കൊരു സ്ക്രിപ്റ്റ് കിട്ടിയത് അനിയൻ ബാവ ചേട്ടൻ ബാവ. അതും ഫസ്റ്റ് ഹാഫ് വായിച്ചു കഴിഞ്ഞ് ചായ ഓർഡർ ചെയ്ത് തിരിച്ചു വന്ന്, വായിച്ചല്ല കഥ പറഞ്ഞു കഴിഞ്ഞ് ചായ ഓർഡർ ചെയ്ത് തിരിച്ചു വന്ന് ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഞങ്ങൾ ബാക്കി തുടങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ് റാഫിയോട്, മതി. അല്ല സാർ ഇഷ്ടപ്പെട്ടില്ലേ? ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പറഞ്ഞാൽ മതിയെന്ന്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഇപ്പോൾ പറഞ്ഞ ഇൻ്റർവെല്ലാണ് ഞാൻ കാണുന്ന ക്ലൈമാക്സ്. ഇൻ്റർവെല്ലിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊരു സിനിമ നിങ്ങൾക്ക് ചെയ്യാം, ഇതിൽ വേണ്ട സാർ. അത് എങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞു അതിനുള്ള സമയം നിങ്ങൾ 2 മണിക്കൂർ എടുത്തു ഫസ്റ്റ് ഹാഫ് പറയാൻ. ഞാനിതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ എന്നെ ഞെട്ടിക്കുന്ന രീതിയിലാണ് നിങ്ങൾ അതിൻ്റെ ഒരു ഓർഡർ പറഞ്ഞിരിക്കുന്നത്. അതിന് മേലെ ഒരു സെക്കൻഡ് ഹാഫ് ഉണ്ടാക്കാൻ നിങ്ങൾക്കും പറ്റത്തില്ല, എനിക്കും പറ്റത്തില്ല. അത്ര ഹെവി ആയിട്ടാണ് കൊണ്ടുവന്ന് ഫസ്റ്റ് ഹാഫ് നടത്തിയിരിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ഹാഫ് മതി. അപ്പോഴും അവർക്ക് വിശ്വാസമാവില്ല. നാളെ 10 മണിക്ക് കിങ്സ് ഹോട്ടലിൽ വരിക, അഡ്വാൻസ് വാങ്ങുക. ഞാൻ പറയുകയാണ്, പ്രൊഡ്യൂസറടുത്ത് സംസാരിച്ചിട്ടില്ല. അതിൽ റാഫി ഒരു പ്രൊഡ്യൂസറുടെ ബന്ധവും കൂടെയാണ്. അത് ഞാൻ പറഞ്ഞു. അപ്പാഹാജയില്ലേ, അതിൽ രാജിക്ക എന്ന് പറഞ്ഞൊരാളുണ്ട്, രാജിക്കയുടെ ബന്ധമാണ് റാഫി. ഇവർ മുഖത്തോടെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഞാനല്ലേ പറയുന്നത്, ഇത്രയും സിനിമ ചെയ്ത ഒരാളല്ലേ. ശരി സാർ, ഞങ്ങൾ വരാം. ഞാൻ 9 മണിക്ക്, ഞാൻ അപ്പോൾ കിങ്സിലാണ് താമസിക്കുന്നത്. ഞാൻ 9 മണിക്ക് ഉറക്കണിട്ട് അപ്പാജയും വിളിച്ച് അവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു 10 മണിയാകുമ്പോൾ റാഫി മക്കാട്ടിൻ വരും, അവരൊരു കഥ പറയാനാണ് വരുന്നത്. അത് എനിക്ക് ഓക്കെയാണ് 100%. നമുക്ക് അവരെയും കമ്മിറ്റ് ചെയ്യാം. അപ്പോൾ അപ്പാജ പറഞ്ഞത് സാറിന് ഓക്കെ ആണെങ്കിൽ ഓക്കെ. നമ്മളല്ല, നമുക്കൊന്നുകൂടെ കേൾക്കാം. അവർ വന്ന് 10 മണിക്ക് എല്ലാവരും കൂടെ ഒരു മുറിയിൽ 6 പ്രൊഡ്യൂസേഴ്സ് മറ്റുണ്ട്. എല്ലാവരും കൂടെ മുറിയിലിരുന്ന് ഇവരങ്ങോട്ട് പറഞ്ഞ് ആ ഇൻ്റർവെലായപ്പോൾ നിർത്തി. പറഞ്ഞ് പിന്നെ ഈ സെക്കൻഡ് ഹാഫ് ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല. നിർത്തിയപ്പോൾ അവർ പറഞ്ഞു സൂപ്പർ. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു ഇനി നമുക്ക് ഉള്ളത് അവർക്ക് ചെക്ക് എഴുതി കൊടുക്കുക. അവിടെ കൊടുത്ത അഡ്വാൻസ് ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ റാഫി എഴുതിയതൊക്കെ ആദ്യത്തെ കൺമണി എൻ്റെ കഥയാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡെവലപ്പ് ചെയ്തതാണ്. ദില്ലിവാല രാജകുമാരന് ഇവിടെ ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഒരു ആഗ്രോ ഇൻഡസ്ട്രീസിലെ ഒരു MD ആയിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെയാണ് കഥ, മൂലകഥ. അതിനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തതാണ്. ഈ ഹിറ്റ് റൈറ്റേഴ്സായിട്ട് എൻ്റെ അടുത്ത് ഒറ്റ ആളേ ഉള്ളൂ, രഘുനാഥ് പല്ലേരി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ നിന്നാണ് ഹിറ്റ്. ഉദയകൃഷ്ണ സെബി തോമസ്, അത് ഇവിടെ നിന്നാണ്. ഡാർലിംഗ്. ഇനി നിങ്ങൾ പറയാത്ത 2 പേരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെ എഴുതി? സിനിമയുടെ പേര് ആദ്യം പറഞ്ഞുതരാം. കൊട്ടാരം വീട്ടിലെ പൂട്ടൻ, ഞങ്ങൾ സന്തുഷ്ടരാണ്. നേരത്തെ ഡയലോഗ് പറഞ്ഞായിരുന്നു. ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം. നിങ്ങൾക്ക് അറിഞ്ഞിടാത്ത 2 പേര് ഞാൻ പറഞ്ഞുതരാം. മണി ഷൊർണൂർ, രാജൻ കിഴക്കനേല. ഞങ്ങളാണത് ഉണ്ടാക്കിയത്. അപ്പോൾ എഴുത്തുകാരെ എനിക്ക് മിസ് ചെയ്യുന്നില്ല. ഇല്ലില്ല, അത് എനിക്ക് മാനേജ് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. ഭാര്യ മക്കൾ മൂന്നെല്ലാം ഞാൻ എഴുതി തന്നെയാണ്. കോമഡി മാത്രമല്ല, സീരിയസും എഴുതാൻ പറ്റുമെന്നുള്ള ആ സിനിമ ഉണ്ടായിരുന്നില്ലേ. ഒരു മരണം വെച്ചുകൊണ്ട് ഇൻ്റർവെലിന് ശേഷം 1 മണിക്കൂർ സിനിമ കൊണ്ടുപോയതാണത്. വെറും മരണം മാത്രമാണ് ഇൻ്റർവെലിന് ശേഷം. അപ്പം അതുകൊണ്ട് എഴുത്തുകാരെ മിസ് ചെയ്യുന്നില്ല. പക്ഷേ ആ എഴുത്തുകാരെന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതില്ലെന്ന് ഉറപ്പായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രഘു, റാഫി മക്കാട്ട്. നേരത്തെ ഒരുപാട് നന്ദി. നമസ്കാരം. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.